കുറച്ചധികം ആളുകൾക്ക് അത്രയും പ്രത്യാശാഭരിതമല്ലാത്ത ചില ദിവസങ്ങൾ കൂടി കടന്നു പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല പാവങ്ങളാണ്. അവർക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ സഹായം പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് അവിടെ LDFന്റെയും UDFന്റെയും ഹർത്താലാണ്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഒരു വെരി വെരി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അവസ്ഥയാണോ അവിടെ എന്നറിയില്ല. ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നത് ഇതൊന്നുമല്ല, ഈ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനാവില്ല, സഹായം പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ എന്തിനായിരുന്നു ഇതൊക്കെ, ആ വരവും ഒക്കെ എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഹർത്താൽ തുടങ്ങി, ഏത് രീതിയിലാണ് ഹർത്താലിനോടുള്ള പ്രതികരണം? രാവിലെ 6 മണി മുതൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDFന്റെ നേതൃത്വത്തിൽ ലക്കിടി കവാടത്തിൽ വാഹനങ്ങൾ തടയുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ലക്കിടിയിലേക്കുള്ള പാതയിലാണ്, ഞാനുള്ളത് കൽപ്പറ്റയിലാണ്. എന്തായാലും ഹർത്താലുമായി ബന്ധപ്പെട്ട് അത് ശക്തമായ രീതിയിൽ തന്നെ ഒരു പ്രതികരണം എന്നുള്ള തലത്തിൽ തന്നെ ഹർത്താലിനെ കാണണമെന്നുള്ള ആവശ്യമാണ് LDFും UDFും ഒരുപോലെ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന കൽപ്പറ്റയിലെല്ലാം തന്നെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുണ്ട്. ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസ് UDYFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ LDFന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടന്നു. അതോടൊപ്പം BJPയും ഇന്നലെ ഇവിടെ പ്രകടനം നടത്തിയിരുന്നു. ആ പ്രകടനത്തിൽ അവർ പറയുന്നത് ജനവിരുദ്ധ ഹർത്താലാണ് ഇത് എന്നുള്ള ഒരു സമീപനമാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ളത്. പ്രധാനമന്ത്രി ദുരന്തത്തിന്റെ ശേഷം 10ാം നാൾ ഇവിടേക്ക് എത്തി നേരെ ചൂരൽമല കണ്ടു, ആകാശത്തിലൂടെ കണ്ടു. അതിനുശേഷം അവിടെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നേരിട്ട് സന്ദർശിച്ചു. വീണ്ടും ഇവിടേക്ക്, അതായത് ഈ ആസാദ് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം എത്തി. അവിടെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ, പരിക്കേറ്റ ആളുകൾ, അവന്തികമോൾ, നൈസമോൾ, അനിൽകുമാർ, അരുൺ, അങ്ങനെ അവിടെ അന്ന് ഗുരുതരമായി പരിക്കേറ്റ് കടന്നു വരുന്നവരെല്ലാം എത്തി ആശ്വസിപ്പിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലുള്ള ധനസഹായം ലഭ്യമാക്കിയില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDFും ഉന്നയിക്കുന്നത്. ഒരു രൂപ പോലും പ്രത്യേകമായി വയനാടിന് വേണ്ടി പ്രത്യേകമായി അനുവദിച്ചിട്ടില്ല. SDRF തുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മൊത്തം ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ള തുകയാണ്. അത് വയനാടിൻ്റെ കാര്യത്തിന് മാത്രമായിട്ടുള്ള തുകയല്ല. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നലെ CMDRFുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളുണ്ടായിരുന്നു. 1 രൂപ പോലും CMDRFിൽ നിന്ന് ചെലവാക്കിയില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരെ നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ CMDRFിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നാണ് ഇതിലുള്ള പല തുകയുടെ വിഹിതവും, അതായത് ധനസഹായം കൊടുത്തതിൽ മാത്രമല്ല ഈ വീടിൻ്റെ വാടക കൊടുക്കുന്നതിൽ, ഇതിലെല്ലാം തന്നെ CMDRFിൻ്റെ കൂടി പങ്കാളിത്തമുണ്ട് എന്നുള്ളത് മന്ത്രി K രാജൻ ഇന്നലെ തന്നെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറയുകയുണ്ടായി. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സഹായം, അതായത് മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പരിഗണന നൽകുമ്പോൾ എന്തുകൊണ്ട് വയനാടിനെ അവഗണിക്കുന്നു? ഇത്രയധികം മരണസംഖ്യ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം, സ്വാഭാവികമായും അതിനൊരു കരുതൽ എന്നുള്ള നിലയിൽ ഒരു അർഹമായ സഹായം നൽകേണ്ടിയിരിക്കുന്നു. അത് നൽകിയില്ല എന്നുള്ള ആക്ഷേപമാണ് ഇടത് വലത് മുന്നണികൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹർത്താൽ നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് കടകമ്പോളങ്ങൾ അടയ്ക്കണം, വാഹനങ്ങൾ നിരത്തിൽ ഇറക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഒരുപോലെ LDFും UDFും നൽകിയിട്ടുണ്ട്. അവശ്യ സർവീസുകളെ പൂർണ്ണമായും ഇതിൽ നിന്ന് ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് മേഖലയെല്ലാം തന്നെ സ്തംഭിക്കണം എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ കിട്ടുന്ന വിധത്തിലേക്ക് ഈ പ്രതിഷേധം മാറണം എന്നുള്ള ഒരു നിലപാടാണ് LDFിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും ഉള്ളത്. നമ്മൾ ലക്കിടിയിലേക്കുള്ള പാതയിലാണ്. ലക്കിടിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾ തടയും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്തർജില്ലാ യാത്രികരെ എല്ലാം തന്നെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊരു ജനകീയ പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇത് മാറണം എന്നുള്ള ആവശ്യമാണ് LDFും UDFും ഒരുപോലെ പങ്കുവെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില സംഘടനകളുണ്ട്, അതായത് 2 ആക്ഷൻ കമ്മിറ്റികൾ നിലവിലുണ്ട് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ. അതിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ഈ ഹർത്താലിനോട് സഹകരിക്കുന്നില്ല. ജനശബ്ദം എന്നു പേരുള്ള ആക്ഷൻ കമ്മിറ്റിയാണ് സഹകരിക്കാത്ത. മറ്റൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, അത് ദുരന്തബാധിതർ ആയിട്ടുള്ള ആളുകൾ അംഗങ്ങളായിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയാണ്. അവർ പൂർണ്ണമായി ഹർത്താലിന് പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ഹാഷ്മി. ഓക്കെ. അപ്പോൾ എന്തായാലും അതൊരു ജനകീയ പ്രതിഷേധം ഉയരണമെന്നുള്ളതാണ് വയനാടിൻ്റെ ആവശ്യം. എന്ന് പറഞ്ഞാൽ ഇത്രയും നാളെ 114 ദിവസം എന്തോയി 400-ലധികം പേർ മരിച്ച ഒരു ദുരന്തമാണ്. ആ ദുരന്തം 114 അതിന് മുകളിലേക്ക് ഉയരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സഹായം വേണമെന്നുള്ളത് ശരിയായ ആവശ്യമാണ്. അപ്പോൾ ആ പ്രതിഷേധം, ആ ഹർത്താൽ ഒരു പക്ഷേ ഒരു ശരിയായ കോസിന് വേണ്ടിയുള്ള ഹർത്താലാണ് എന്ന് പറയേണ്ടി വരും. ചില ഹർത്താലിനെതിരാണ് നമ്മുടെ ഒരു നിലപാടെങ്കിൽ കൂടിയും ചില ഹർത്താലുകൾ ചില നല്ല കോസിനുള്ള ഹർത്താലാണ് എന്ന് ഉറപ്പായും പറയാം. പിന്നെ പക്ഷേ നമ്മൾ നിൽക്കുന്നത് ഇവിടെ മറൈൻ ഡ്രൈവിലുള്ള ഒരു ചെറിയ ഇവിടുത്തെ ഓപ്പൺ ജിമ്മിലാണ്. ഇവിടെ ഇങ്ങനെ കുറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഹാഷ്മി ഇവിടെ എന്തൊക്കെയോ ജിമ്മിൽ വ്യായാമം ചെയ്യുന്നു. ഞാനിവിടെ ഹാഷ്മി നന്നായി വ്യായാമം ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതെ, നോക്കൂലി ഞാൻ ചോദിക്കുന്നത് കഴിയുമ്പോ
ഇതാ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അവിടെ കട്ട ജിമ്മന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്ക് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. തൽക്കാലം സംസാരിക്കില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ അവിടെ നിൽക്കാം, നമുക്ക് പറ്റിയ പണിയില്ല. വ്യായാമം കഴിഞ്ഞില്ല ഹാഷ്മി, ഇപ്പോഴേ എഴുന്നേക്കാൻ പാടില്ല. മതി, നമുക്ക് പറ്റിയ പണിയില്ല. വാ.